പ്രോബ്ലം L ഇൻവേഴ്സ് 1 by s minus 2 into s minus 3. നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിൽ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 1 by s minus 2 into s minus 3 can be taken as a by s minus 2 plus b by s minus 3. Then multiplying the denominator of the left hand side, we get 1 is equal to a into s minus 3 plus b into s minus 2. Then find the values of a and b. For that, we put s is equal to 3, left hand side is equal to 1, right hand side, the first part will be 0, the second part will be b into 3 minus 2, 1. Therefore, the value of b is equal to 1. Then put s is equal to 2, left hand side 1, right hand side a into minus 1. Therefore, a is equal to minus 1. Therefore, a is equal to minus 1 by s minus 2 plus b is equal to 1 by s minus 3. When we take the L inverse 1 by s minus 2 plus L inverse 1 by s minus 3, the answer will be L inverse 1 by s minus 2. Answer will be e raised to 2t plus L inverse 1 by s minus 3. The answer will be e raised to 3t. Therefore, our answer is s minus 3 into s minus 2. മൈനസ് എവിടെ അവിടെ മൈനസ് ഉണ്ട്, അതായത് എയുടെ സ്ഥാനത്ത് -1 ആണ്. അപ്പൊ മൈനസ് ഇ റേസ് ടു ടി. Therefore, the answer will be e raised to 3t minus e raised to 2t. അപ്പൊ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഫംഗ്ഷൻ 1 by s minus 2 into s minus 3 യുടെ ആൻസർ എന്തായിരിക്കും? e raised to 3t minus e raised to 2t. e raised to 2t. e raised to 3t minus e raised to 2t. ഈ സെയിം പ്രോബ്ലം നമുക്ക് മറ്റൊരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് വർക്ക്ഔട്ട് ചെയ്യാം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പ്രോബ്ലം പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ചെയ്തതാണ് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിലാണ് നമ്മൾ ഈ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്ത് a by b by ചെയ്ത് എയും ബിയും കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ച് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? e raised to 3t മൈനസ് e raised to 2t. ഈ ആൻസർ ആണ് നമുക്ക് കിട്ടിയത്. ഈ ആൻസർ തന്നെ വേറൊരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ പോവാണ്. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി. ഈ സെയിം പ്രോബ്ലം തന്നെ നമ്മളൊരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യാൻ പോകുന്നു. ആ പ്രോപ്പർട്ടിനെ വിളിക്കുന്ന പേരാണ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി. കൺവല്യൂഷൻ. കൺവല്യൂഷൻ പ്രോപ്പർട്ടി പറയുന്നത് എന്താണ്? ഇഫ് L inverse f bar s is equal to f of t, L inverse g bar s is equal to g of t, then L inverse f bar s g bar s, f bar s into g bar s is equal to integral 0 to t f of u g of t minus u du. This property is known as convolution property. If examination പ്രത്യേകം നമ്മൾ എടുത്തു പറയും, using convolution property find the inverse Laplace transform. Convolution property ഉപയോഗിച്ച് ഇൻവേഴ്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രോപ്പർട്ടി ഇതാണ്. If L inverse f bar s is equal to f of t, L inverse g bar s is equal to g of t, then L inverse f bar s into g bar s is equal to integral 0 to t f of u g of t minus u du. ഈ പ്രൊഡക്റ്റിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു യു വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യണം. വിത്ത് റെസ്പെക്ട് ടു യു വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് ടിയും കൊടുത്താൽ ആ സെയിം ആൻസർ തന്നെ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ചെയ്ത പ്രോബ്ലം തന്നെ വീണ്ടും നമുക്ക് ഈ പ്രോപ്പർട്ടി വെച്ച് ചെയ്ത് നോക്കാം. വി ക്യാൻ അപ്ലൈ ദ സെയിം പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, L ഇൻവേഴ്സ് 1 by s minus 2 into s minus 3 എന്നായിരുന്നു ക്വസ്റ്റ്യൻ. നമ്മൾ പ്രോബ്ലം ചെയ്ത ആൻസർ കിട്ടിയത് എങ്ങനെയാണ്? പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡിലാണ് ചെയ്തത്. ഇനി നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്താൽ ഇതേ ആൻസർ തന്നെ കിട്ടും നോക്കാം. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഈ 1 by s minus 2നെ നമ്മൾ f bar s എന്ന് എടുക്കാം. അതുപോലെ 1 by s minus 3നെ നമ്മൾ g bar s എന്ന് എടുക്കാം. അപ്പോ 1 by s minus 2 into s minus 3യിലെ 1 by s minus 2 can be taken as f bar s and 1 by s minus 3 is equal to g bar s.
then L inverse f bar s. എന്തായിരിക്കും L inverse f bar s? L inverse 1 by s minus 2. The answer will be e raised to 2t. ഇത് നമ്മൾ f of t എന്ന് വിളിക്കുക. അപ്പൊ L inverse f bar s is equal to e raised to 2t. ഇതിനെ f of t എന്ന് വിളിക്കാം. ആൻഡ് ഇവിടെ നമ്മൾ L inverse g bar s കാണാം. L inverse g bar s എന്നുള്ളത് e raised to 3t. ഇതിനെ നമ്മൾ g of t എന്ന് വിളിക്കും. അപ്പൊ നമ്മുടെ കയ്യിൽ f of t കിട്ടി, g of t കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഫോർമുലയിൽ എന്തൊക്കെയാണ് ആവശ്യം? ഫോർമുലയിൽ ആവശ്യമുള്ളത് f of u വേണം, g of t minus u വേണം. അപ്പൊ f of u എന്ന് പറയുന്നത് ഈ ടിയുടെ സ്ഥാനത്ത് u കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? e raised to 2u. അപ്പൊ f of u ന്റെ വാല്യൂ എന്താണ്? e raised to 2u. e raised to 2u എങ്ങനെയാണ് കിട്ടിയത്? f of t എന്ന് പറയുന്നത് e raised to 2t ആണ്. ഈ ടിക്ക് പകരം നമ്മൾ u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോ f of u is equal to e raised to 2u. ഇനി അതുപോലെ g of t minus u. g of t minus കിട്ടാനായിട്ട് g of t നമ്മുടെ കയ്യിലുണ്ട്. g of t എന്താണ്? e raised to 3t ആണ്. അപ്പൊ അവിടെ ടിക്ക് പകരം എന്ത് കൊടുക്കണം? t minus u കൊടുക്കുക. അപ്പൊ e raised to 3 into t minus u. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? g of t minus u കിട്ടി, f of u കിട്ടി. ഇനി നമ്മൾ നമ്മുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇന്റഗ്രൽ 0 to t f of u ന് പകരം എന്ത് കൊടുക്കുന്നു? e raised to 2u. g of t minus u ന് എന്ത് കൊടുക്കുന്നു? e raised to 3 into t minus u du. f of u ന് പകരം നമ്മൾ e raised to 2u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. g of t minus u ന് പകരം e raised to 3 into t minus u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. Then this is equal to integral 0 to t e raised to 2u e raised to 3t e raised to 3u. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ e raised to 3t into e raised to minus 3u. നമുക്ക് ഈ ഫോർമുല അറിയാം. x raised to m plus n is equal to x raised to m into x raised to n. അതനുസരിച്ച് നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ e raised to 3t into e raised to minus 3u. ഇത് ഒരുമിച്ച് ആക്കുമ്പോഴാണ്, ഈ ഫോർമുല ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? e raised 3 into t minus u എന്ന് കിട്ടുന്നത്, into du. ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു ടി അല്ല, ഇന്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു യു. യു വെച്ചാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഹിയർ വി ഇന്റഗ്രേറ്റ് വിത്ത് റെസ്പെക്ട് ടു യു. Therefore യു വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് e raised to 3t എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? e raised to 3t is a constant. We can take outside. e raised to 3t നമ്മൾ പുറത്തേക്ക് എടുക്കുന്നു. e raised to 3t 0 to t. e raised to 2ഉം e raised to minus 3ഉം കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കറിയാം x raised to m plus n. x raised to m into x raised to n equal to x raised to m plus n. അപ്പൊ e raised to 3t യും e raised to 2ഉം e raised to minus 3ഉം കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നമുക്ക്? e raised to minus u d. That is equal to e raised to 3t. ഇനി നമ്മൾ u വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to minus u നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? e raised to minus u divided by minus 1. Lower limit 0, upper limit t. Therefore minus e raised to 3t. ഇനി upper limit t കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? e raised to t. ലോവർ ലിമിറ്റ് 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 1 കിട്ടും. ഇനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടണമെന്ന് നോക്കിയേ. ഈ മൈനസ് e raised to 3t കൊണ്ട് e raised to 2 നെ ഗുണിക്കുക. മൈനസ് e raised to 3t കൊണ്ട് e raised to t നെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? ഇവിടെ മൈനസ് ടി അല്ലേ? മൈനസ് ടി ആണ് കേട്ടോ. e raised to 3t into e raised to minus t minus 1 ആണ്. e raised to 3t നെ ഗുണിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് e raised to 2t. അവിടെ രണ്ടാമത് ഗുണിക്കുമ്പോൾ എത്ര വരും? e raised to 3t. Therefore the final answer എന്താണ്? e raised to 3t minus e raised to 2t. നമുക്ക് നേരത്തെ കിട്ടിയ സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രൊസീജിയറിനെ നമ്മൾ പറയുന്ന പേരാണ് കൺവല്യൂഷൻ ഉപയോഗിച്ച് ചെയ്യുന്നത്. കൺവല്യൂഷൻ പ്രോപ്പർട്ടി ആണ്. കൺവല്യൂഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് പാർഷ്യൽ ഫ്രാക്ഷൻ ഇല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കിട്ടി. ആൻസർ എന്താണ്? e raised to 3t minus e raised to 2t. ഈ സെയിം പ്രോബ്ലം തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ചെയ്തപ്പോൾ നമുക്ക് ഈ ആൻസർ തന്നെ കിട്ടി. എക്സാമിനേഷൻ ചിലപ്പോൾ പ്രത്യേകം എടുത്ത് പറയും യൂസിങ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഫൈൻഡ് ഇൻവേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് അപ്ലൈ ദിസ് ഫോർമുല. ചില കേസിൽ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും, പാർഷ്യൽ ഫ്രാക്ഷനേക്കാളും എളുപ്പമായിരിക്കും ചില കേസിൽ കൺവല്യൂഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പൊ കൺവല്യൂഷൻ പ്രോപ്പർട്ടിക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ട എന്താണ്? f bar s L inverse f bar s of t എന്ന് എടുക്കാം, L inverse g bar s എന്നുള്ള g of t എന്ന് എടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? L inverse f bar s g bar s കാണാനായിട്ടുള്ള ഫോർമുല ഇന്റഗ്രൽ ലോവർ ലിമിറ്റ് 0, ലോവർ ലിമിറ്റ് 0 ആണ്, അപ്പർ ലിമിറ്റ് t ആണ്. ലോവർ ലിമിറ്റ് 0യും അപ്പർ ലിമിറ്റ് tയും f of u g of t minus u du. ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് വിത്ത് റെസ്പെക്ട് ടു u വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. u വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ടിയുടെ പാർട്ട് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ ഇവിടെ f of uം g of t മൈനസ് യും കിട്ടുന്നത് എങ്ങനെയാണ്?
നമ്മൾ തന്നിരിക്കുന്ന 1/s-2 നമ്മൾ ഒരെണ്ണം എഫ് ബാർ എസ് എടുത്തു, മറ്റത് ജി ബാർ എസ് എടുത്തു. ആദ്യത്തെ ഫംഗ്ഷൻ എഫ് ബാർ എസ്, രണ്ടാമത്തെ ഫംഗ്ഷൻ ജി ബാർ എസ്. ആദ്യത്തിന്റെ എൽ ഇൻവേഴ്സ് എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? e⁻²t. അതിനെ എഫ് ഓഫ് ടി എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ എൽ ഇൻവേഴ്സ് ജി ബാർ എസ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? e⁻3t. അതിനെ നമ്മൾ ജി ഓഫ് ടി എന്ന് വിളിക്കുന്നു. അപ്പൊ എഫ് ഓഫ് ടിയും കിട്ടി, ജി ഓഫ് ടിയും കിട്ടി. ഈ എഫ് ഓഫ് ടിയിൽ ടിക്ക് പകരം യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടാം? എഫ് ഓഫ് യു കിട്ടും. ജി ഓഫ് ടിയിൽ ടിക്ക് പകരം t-u കൊടുത്താൽ എന്ത് കിട്ടാം? e⁻3 കിട്ടും. അപ്പൊ എഫ് ഓഫ് യും ജി ഓഫ് t-യും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർമുലയിൽ എന്താണ്? എഫ് ഓഫ് യുവിന് എന്ത് കൊടുത്തു? e⁻2u. ജി ഓഫ് t-യുവിന് എന്ത് കൊടുത്തു? e⁻3 du. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? e⁻2u ഇൻറ്റു e⁻3 എന്നുള്ളത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ e⁻3t ഇൻറ്റു e⁻3u. ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് യു വെച്ചാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾ യു ആണ്. Therefore e⁻3t എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. അത് നമ്മൾ വെളിയിൽ എടുത്തു, ടേക്കൺ ഔട്ട്സൈഡ്. e⁻3t e⁻3t ഇൻറ്റു ഇന്റഗ്രൽ 0 to t e⁻−u. മൈനസ് യു എന്ന് പറയാൻ കാരണം എന്താണ്? ഈ 2uം -3യും കൂടി സിംപ്ലിഫൈ ചെയ്തപ്പോ e⁻−u du. x⁻m + n is equal to x⁻m into x⁻n. ആ ലോ ഓഫ് ഇൻഡിസസ് ആണ് അപ്ലൈ ചെയ്തത്. ദെൻ e⁻3t ഇൻറ്റു e⁻−u നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടാം? e⁻−u by -1. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് t. ദെൻ ഈ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്തപ്പോൾ -e⁻3t, അപ്പർ ലിമിറ്റ് t കൊടുത്തു, അപ്പൊ e⁻−t, ലോവർ ലിമിറ്റ് 0 കൊടുത്തു, 1 കിട്ടി. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? e⁻3t - e⁻2t. ആ സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടി. ഇങ്ങനെ ചെയ്യുന്ന ഇത് കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം